റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ CPIM-മായി ചർച്ച നടന്നെന്ന വിവരം നിഷേധിക്കാതെ കോൺഗ്രസ് നേതാവ്. ചർച്ച നടന്നെന്ന് നിഷേധിക്കുന്നുമില്ല, ഉണ്ടെന്നും പറയുന്നില്ലെന്നാണ് മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് എടക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ P. ഉസ്മാന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ സംഭാഷണങ്ങൾ പുറത്തു പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് P. ഉസ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്മൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാണ്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയി സ്ഥാനം വഹിച്ച ഒരാളാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരമാണ് ഞങ്ങളുടെ. നമ്മൾക്ക് സ്ഥാനാർത്ഥിയല്ല, പാർട്ടി നിർത്തുന്ന കൈപ്പത്തിനത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് CPM-ഓ BJP-യോ എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്ഥാനാർത്ഥിയാവില്ലല്ലോ, അത് പാർട്ടിയുടെ തീരുമാനമുണ്ട്. ആ പാർട്ടിക്ക് നമ്മൾ പലതും രാഷ്ട്രീയത്തിനപ്പുറമായ ചർച്ചകളുണ്ടാവും, സംസാരങ്ങളുണ്ടാവും, പാർട്ടിക്ക് അതീതമായ ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ബന്ധങ്ങളും സംസാരങ്ങളും ഒരു പുറത്ത് പറയാമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയല്ല. സ്വകാര്യ സംഭാഷണങ്ങളുണ്ടാവും, സ്വകാര്യ സംഭാഷണം ഉണ്ടാവും, ചർച്ചകളുണ്ടാവും. അതൊന്നും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് അതൊരു രാഷ്ട്രീയ മര്യാദയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുബഷീർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ഈ മണ്ഡലത്തിൽ പിടിപാടുള്ള ഒരു കോൺഗ്രസുകാരനായി തന്നെ CPIM വലവിരിച്ചിരുന്നുവെന്നല്ലേ ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്? ഇതിപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുകയും ചെയ്ത സാഹചര്യം അതെന്താണ് മുബഷീർ? തീർച്ചയായും റോഷി, നേരത്തെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് CPM ചർച്ചകൾ വഴിമാറി എന്ന് നേരത്തെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിൻ്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിൻ്റെ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം എടക്കര പഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഉസ്മാന്റെ പ്രതികരണമാണ് ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അദ്ദേഹവുമായി CPM നേതാക്കൾ ചർച്ച നടത്തിയെന്ന വിവരം അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. ചർച്ച നടത്തിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. പല പാർട്ടിക്ക് അതീതമായിട്ടുള്ള ബന്ധം നേതാക്കളുമായിട്ടൊക്കെ തന്നെയുണ്ട്. അത് മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഉസ്മാൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. P. ഉസ്മാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്, തുടർച്ചയായി രണ്ടാമതായി പ്രസിഡന്റായ വ്യക്തിയാണ്. മൂത്തേടം പഞ്ചായത്തിലും ആ മേഖലയിലൊക്കെ തന്നെ മലയോര മേഖലയിൽ സ്വാധീനമുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ സ്വതന്ത്ര പരീക്ഷണത്തിന് CPM മുതിരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കോൺഗ്രസിലെ അസംതൃപ്തരെ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. നേരത്തെ പല പേരുകളും നമ്മൾ ഉയർന്നു കേട്ടതാണ്. കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുള്ള ആളുകളെ CPM-ലേക്ക് എത്തിച്ചുകൊണ്ട് സ്വതന്ത്രരായി മത്സരിപ്പിക്കാനുള്ള നീക്കം CPM നടത്തുന്നതെന്ന്. പക്ഷേ CPM നേതൃത്വം അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിരുന്നത് പാർട്ടി തന്നെ അവിടെ മത്സരിക്കാൻ നേരത്തെ തീരുമാനമെടുത്താണ്. അത് അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സ്വരാജിനെ പ്രഖ്യാപിച്ചതെന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുൻപ് വരെ ഈ രീതിയിൽ എതിർ പാർട്ടിയിലെ ആളുകളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഉസ്മാന്റെ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ്. ആ പാർട്ടിക്ക് അതീതമായി തനിക്ക് പല ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അത്തരത്തിലുള്ള പല ചർച്ചകളും നടന്നിട്ടുണ്ടാകാം, അത് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചർച്ച നടന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയാനും സാധിക്കില്ല. അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ട് പറയാതിരിക്കുന്നു എന്നുള്ളതാണ് ഉസ്മാൻ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ കോൺഗ്രസിനുള്ളിലെ അസംതൃപ്തി മുതലെടുത്തുകൊണ്ടൊരു വ്യക്തിയെ, ഒരു നേതാവിനെ അവിടെ നിന്നും ലഭിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്നൊരു അഭിപ്രായം CPM-ന് പൊതുവേ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ PV അൻവർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ ഇടതുപാളയത്തിൽ എത്തിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഒരു ചരിത്രം കൂടി CPM-നോട് പറയാനുണ്ടായത് കൊണ്ട് തന്നെ സമാനമായിട്ടുള്ളൊരു പരീക്ഷണത്തിന് CPM വീണ്ടും മുതിരുമെന്നുള്ളതായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു ശക്തനായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കിട്ടാത്ത പശ്ചാത്തലത്തിൽ CPM പാർട്ടി സ്ഥാനാർത്ഥിയിലേക്ക് പോയി എന്നുള്ളതായിരുന്നു പിന്നീട് സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഞങ്ങളുടെ ഭാഗത്തും ഒരാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന CPM-ന്റെ ഗതികേടാണെന്നുള്ളതായിരുന്നു VD സതീശനും പറഞ്ഞു വെച്ചിരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ഉസ്മാന്റെ പ്രതികരണത്തിന് പ്രസക്തിയേറുന്നത്. മുബഷീർ P. അക്ബറാണ് വിശദാംശങ്ങൾ നൽകിയത്.